ഹലോ, അങ്ങനെ ഈ ഓണം കഴിഞ്ഞു പോയില്ലേ. ഇതിനൊരു തട്ടിക്കൂട്ട് പായസത്തിൻ്റെ വീഡിയോ ആട്ടോ. നമ്മൾ ഓണത്തിന് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ച് നമ്മൾ ഉച്ചവരെ അധികം ഫുഡ് കഴിക്കുന്നവരെ നമുക്ക് പണി ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്താണ് പായസം ഉണ്ടാക്കേണ്ടി വരിക. പായസം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പായസം ആവും വേണം. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം വേവിച്ചു തന്നാൽ നമുക്ക് അട കുക്കറിൽ വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. നമ്മളെ നോർമൽ തീയിൽ വേവിച്ചുണ്ടാക്കുന്ന ആ പായസത്തിനെക്കാട്ടും എന്തായാലും ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാലട മിക്സൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ എക്സ്ട്രാ ഏലക്കായൊക്കെ പൊടിച്ചിട്ടു. പക്ഷേ ഓവറോൾ നല്ല പായസമായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഓണസദ്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സദ്യ ഐറ്റംസും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചിലപ്പോൾ സാമ്പാറിന് സ്കിപ്പ് ചെയ്യും. ചിലപ്പോൾ സാമ്പാർ ഉണ്ടാവില്ലെങ്കിൽ ചില സമയത്ത് സാമ്പാർ ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് എന്തായാലും കൂടെ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിരിക്കും കേട്ടോ. ചിക്കനും മീനും ബീഫോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എന്തായാലും ഉണ്ടായിരിക്കും. നമുക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു സദ്യ ആയിട്ടാട്ടോ. അങ്ങനെ തീയിൽ വെച്ച് കുറച്ച് നേരം കുറുക്കിയെടുത്തപ്പോൾ നല്ല ഒരു തട്ടിക്കൂട്ട് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ ടാറ്റാ.